أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, സഹപാഠികളെ, 10ാമത്തെ ഫായിദയിലാണ് ശർഹ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്ലാസ് നമ്പർ 41. 10ാമത്തെ ഫായിദയിൽ വിശദീകരണത്തിന്റെ ബാക്കി തുടരുകയാണ്. وإذا ثبت أن لما اعتاده الصوفية من اجتماعهم على الأذكار بعد الصبح وغيره أصلا صحيحا من السنة. സുബഹി നമസ്കാരം അതുപോലത്തെ നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്റിന്റെ മേലിൽ സൂഫിയാക്കൾ ഒരുമിച്ചു കൂടാറുണ്ട്. അതാണ് അവരുടെ പതിവ്. ആ പതിവ് ഉണ്ട്. എന്തുണ്ട്? ഹദീസിൽ ശരിയായ അസ്ലും ഒക്കെ അതിനുണ്ട്. അപ്പൊ അടിസ്ഥാനമില്ലാതെയല്ല ഇവർ ഈ ചെയ്യുന്നത് എന്നതാണ്. വഹുമാ ദക്കർനാഹു ഫലാ ഇത്റാള അലൈഹിം ഫീ ദാലിക. ആ സുന്നത്ത് അടിസ്ഥാനമാവുന്നതിന് തെളിവായി നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. അപ്പോൾ സൂഫിയാക്കൾ ഇങ്ങനെ കൂട്ടം കൂടിയിരുന്ന് സദസ്സുമായി ചെല്ലുന്ന ദിക്റിനെ ആർക്കും ആക്ഷേപിക്കുവാനോ കുറ്റപ്പെടുത്തുവാനോ ഇല്ല. പിന്നെ മനസ്സിലാക്കാനുള്ളത്, അവിടെ ഉച്ചത്തിൽ ദിക്റ് ചെല്ലുന്ന സമയത്ത് ശല്യക്കാര് ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്നുള്ളതാണ്. അത് മഹാൻ പറയുന്നു, സുമ്മ ഇൻകാന ഹുനാക മൻ യതഅദ്ദ ബിജഹ്ലിഹിം കമുസല്ലിം വനായിമിൻ നുദിബ ലഹുമുൽ ഇസ്റാറു എന്നാണ്. ഇവര് ദിക്റിന്റെ സദസ്സിലുള്ള ആളുകൾ ദിക്റ് ചെല്ലുമ്പോൾ കൂട്ടമായി ചൊല്ലി ഉച്ചത്തിൽ ചൊല്ലി. ഈ ഉച്ചത്തിൽ ചൊല്ലുന്ന സമയത്ത് അവിടെ നിസ്കാരക്കാരുണ്ടാവാം, ഉറങ്ങുന്നവരുണ്ടാവാം. അത്തരം ആളുകൾക്ക് വല്ല പ്രയാസവും ഉണ്ട് എങ്കിൽ ഉറക്കനെയാക്കണ്ട, ദിക്റിന്റെ അഹ്ലുകാര് പതുക്കെ ചെല്ലുക സുന്നത്താവുന്നു. അത് തന്നെയാണ് ഫിഖ്ഹിന്റെ വിധിയും. വഇല്ലാ റജഉ ലിമാ യഅ്മുറുഹും ബിഹി ഉസ്താദുഹും അൽ ജാമിഉ ബൈന ശരീഅത്തി വൽ ഹഖീഖത്തി. അപ്പോ ഇങ്ങനെ ശല്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നാം പിന്നെന്താ അവിടെ ചെയ്യാനുള്ളത്? ശരീഅത്തിനെയും ഹഖീഖത്തിനെയും ഒക്കെ ഒരുമിച്ച് കൂട്ടിയ അവരുടെ ഗുരുനാഥൻ എന്താണോ അവരോട് പറഞ്ഞതെങ്കിൽ ആ കൽപ്പനയിലേക്ക് അവർ മടങ്ങുകയാണ് വേണ്ടത്. ലിമ മറ അന്നഹു കത്വബീബി ഫലാ യഅ്മുറു ഇല്ലാ ബിമാ ഫീഹി ശിഫാഉൻ ലിഇല്ലത്തിൽ മരീദി. കാരണം ഉസ്താദിന്റെ വാക്കനുസരിക്കുക എന്ന് പറയുന്നത് വെറുതെയല്ല. ഉസ്താദ്, ഷെയ്ഖ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഏകദേശം ഒരു ഡോക്ടറുടെ സ്ഥാനത്താണ്. ഡോക്ടർ എന്ത് ചെയ്യൂല? നല്ലതല്ലേ കൽപ്പിക്കൂ. രോഗിക്ക് രോഗം വരാനുള്ള കാരണം എന്താണോ അതിനുള്ള ശിഫ മാത്രമാണ് കൽപ്പിക്കുക എന്നതുപോലെ ഒരു വിദ്യാർത്ഥിയുടെയോ മുരീദിന്റെയോ ഒക്കെ നന്മയാണ് അതിന് പറ്റുന്ന കാരണം എന്തൊക്കെയോ ആയിരിക്കും ഒരു ഉസ്താദ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഉസ്താദ് എന്താ പറഞ്ഞതെങ്കിൽ അതനുസരിക്കുക. അങ്ങനെയാണ് വേണ്ടത്. ولذلك تجد بعضهم يختار الجهر لدفع الوسواس الرديء والكيفيات النفسانية وإيقاظ القلوب الغافلة وإظهار الأعمال الكاملة. ഇങ്ങനെയാകുമ്പോൾ ചില ശൈഖന്മാരുടെ നിർദ്ദേശപ്രകാരം ചില മുരീദന്മാരെ നിനക്ക് കാണാൻ കഴിയും. അവർ ഉറക്ക ദിക്റ് ചൊല്ലും. ഉറക്ക ദിക്റ് ചൊല്ലുക എന്നുള്ളതാണ് അവർ തെരഞ്ഞെടുക്കുക. അവർക്കുള്ളതായ വസ്വാസുകളൊക്കെ തടുക്കാൻ വേണ്ടി. അതുപോലെ ശരീരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദുഷിച്ച സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. അത്തരം കൈഫിയാത്തുകളൊക്കെ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഉറങ്ങിക്കിടക്കുന്ന ശ്രദ്ധയില്ലാതെ നിൽക്കുന്ന ഹൃദയങ്ങളെ ഉണർത്തുക, പരിപൂർണമായ അമലുകൾ വെളിവാക്കുക. ഈ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവരെല്ലാവരും ഉച്ചത്തിൽ ദിക്റ് ചൊല്ലുക എന്നുള്ളത് തെരഞ്ഞെടുക്കുന്നത്. وبعضهم يختار الإصرار لمجاهدة النفس وتعليمها طرق الإخلاص وإيثارها الخمول. ഇങ്ങനെയാണ് ചില ആളുകളെ നിനക്ക് കാണാൻ കഴിയുക. അവർ ഉറക്ക ചെല്ലുകയില്ല, പതുക്കെ മാത്രമേ ചൊല്ലുകയുള്ളൂ. അതിനും അവർക്ക് ന്യായമുണ്ട്. സ്വശരീരത്തിനോട് യുദ്ധം ചെയ്യുക
ഇഖ്ലാസിന്റെ വഴികളേതോ അത് ശരീരത്തിന് പഠിപ്പിച്ചു കൊടുക്കുക, വളരെയധികം ശബ്ദത്തെ താഴ്ത്തിക്കൊണ്ട് ദിക്റ് ചൊല്ലി ശരീരം തെരഞ്ഞെടുക്കുക, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ പതുക്കെയാക്കലായിരിക്കും അവർക്ക് നന്മ. അതുകൊണ്ട് അവർ പതുക്കെയാക്കും. എങ്കിൽ ഉറക്കെയാക്കുക എന്നതിനും പതുക്കെയാക്കുക എന്നതിനും വല്ല തെളിവുണ്ടോ? ഇത് വെറുതെ ഷേഖുമാരുണ്ടാക്കിയതാണോ? അല്ല, തെളിവുണ്ട്. വഖദ് വറദ അന്ന ഉമർ റളിയല്ലാഹു അൻഹു കാന യജ്ഹറു വ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാന യുസിറു. ഖലീഫമാരായ നബിയുടെ പ്രഗൽഭൻ സഹാബികളായ ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹുമ, ഇവരിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ ചെല്ലുക എന്നുള്ളതായിരുന്നു പതിവ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു പതുക്കെ ചെല്ലുക എന്നുള്ളതുമായിരുന്നു പതിവ്. രണ്ടുപേരോടും ഫസഅലഹുമൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഅജാബ കുല്ലു മിൻഹുമാ ദകർതുഹു വഅഖറഹുമാ. രണ്ടുപേരോടും ഒരാൾ പതുക്കെയാക്കുന്നു, മറ്റാൾ ഉറക്കെയാക്കുന്നു. ഇത് രണ്ട് കാരണവും ബഹുമാനപ്പെട്ട നബി തങ്ങൾ ചോദിച്ചപ്പോൾ രണ്ടുപേരും ഉറക്കെയാക്കാനുള്ള കാരണവും പതുക്കെയാക്കാനുള്ള കാരണം നമ്മൾ പറഞ്ഞല്ലോ. ആ കാരണം പോലത്തെ കാരണം നബിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആ അവതരണം നബി തങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൂട്ടർ ഉറക്കെ ചൊല്ലുന്നു, മറ്റേ കൂട്ടർ പതുക്കെ ചൊല്ലുന്നു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഓരോ ഷേഖന്മാർക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. വല്ലഖദു അൻ മശായിഖ മുതഅദ്ദിദീന യഖ്തലിബുൽ ഹാലു ഫീഹി ബൈന മൻ യുരീദു തബർരിയ വബൈന മൻ യുരീദു തർബിയത വസ്സുലൂക. ഇങ്ങനെ മാറ്റം വരും. ഒരു ഷെയ്ഖ് ആ ഷെയ്ഖിന്റെ ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുക, ആ ഷെയ്ഖിന്റെ നിർദ്ദേശ അനുസരണങ്ങളും ശിക്ഷണങ്ങളും കേട്ട് വളരുക, ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളും ഇതൊന്നും വേണ്ടാതെ ചിന്തിക്കുന്ന ഒരാളും, ഇതൊന്നും വേണ്ട, സുലൂക്കും വേണ്ട, തർബിയത്തും വേണ്ട, ഇങ്ങനെ ഉദ്ദേശിക്കുന്ന ഒരാളുണ്ടോ, അതാണ് തബരിയ. ആ തബരിയ ഉദ്ദേശിക്കുന്ന ആളും ഇടയിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് മശായിഖന്മാർ അവരെ തൊട്ടൊക്കെ പിടിച്ച് എന്താണോ അവർ പഠിച്ചെടുത്തതെങ്കിൽ ആ പഠിപ്പില് വിവിധ ഷേഖന്മാർക്ക് വിവിധ അവസ്ഥകൾ ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? ഫൽ അവ്വലു യഖുദു അമ്മൻ ഷാഅ ഇദില്ല ഹജ്റ അലൈഹി. ഒരു തർബിയത്തോ അതല്ലെങ്കിൽ ഒരു തരീഖത്തിലേക്കുള്ള പ്രവേശനമോ ഒന്നും ഉദ്ദേശിക്കാത്ത ഒരാള്, അയാൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള ഷേഖന്മാരെ തേടിയിട്ട് പിടിക്കാം, മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യാം. അയാൾക്ക് ഒന്നിനും തടസ്സങ്ങൾ ഇല്ല. എങ്കിൽ അമ്മസാനി രണ്ടാമത്തെ ആള് ഫയതഅയ്യനു അലൈഹി മുസ്തലഹുൽ ഖൗമി സാലികീന മിനൽ മഹ്ദൂരി വല്ലവമി. രണ്ടാമത്തെ ആള് ഒരു ശിക്ഷണത്തിൽ വളരണമെന്നും ത്വരീഖത്തിലേക്ക് പ്രവേശിക്കണമെന്നും ഉദ്ദേശിക്കുന്നവനാണ് രണ്ടാമത്തെ ആൾ. അദ്ദേഹം പേടിപ്പെടുന്ന ഭയപ്പെടുന്ന ആക്ഷേപങ്ങളും അങ്ങനത്തെ രണ്ട് കാര്യങ്ങൾ, ഇത്രയും തൊട്ട് ത്വരീഖത്തിലൂടെ പ്രവേശിക്കുന്ന ആളുകളുണ്ടാവും. അത്രയും സഞ്ചരിക്കുന്ന ആളുകളുടെ ഇസ്തിലാഹും ഭാഷകളൊക്കെ ഇയാൾക്ക് വ്യക്തമാക്കുന്ന നിർബന്ധമാണ്. അപ്പൊ അത്തരം ആളുകളെ കുറിച്ചുള്ള ഭാഷകളൊക്കെ നന്മകളൊക്കെ ഈ രണ്ടാമത്തെ ആൾക്ക് നിർബന്ധമാവും. ഹസറനല്ലാഹു ഫീ സുംറത്തിഹിം. ഈ മഹാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ എന്ന് ഇടയ്ക്ക് വെച്ച് ബഹുമാനപ്പെട്ടവർ പ്രാർത്ഥിക്കുകയാണ്. അല്ലാ നഖ്തദിയ ഇല്ലാ ബിമൻ ജദ്ദ ബിഹി ഹാലുഹു ഇലൈഹി ഖഹ്റൻ അലൈഹി ബിഹൈസു മഹല്ലത്ത് നഫ്സുഹു ലിബാഹിരി ഹാലത്തി ദാലിക ഷൈഖിൽ മുഹിഖ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മറ്റൊരു കാര്യം, നമ്മൾ തുടരേണ്ടത് ആരോടാണ്? കാണുന്ന എല്ലാ ഷേഖന്മാരും ഷേഖന്മാരല്ല. എങ്കിൽ നമ്മൾ തുടരേണ്ടത് ഒരു ഷെയ്ഖ്, അദ്ദേഹത്തിന്റെ നല്ല അവസ്ഥകൾ, ആ ഷെയ്ഖിന്റെ പരിശ്രമം കാരണമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കൂടിയ ആളുകൾ വളരെയധികം നന്നായി പോകുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ആ ഷെയ്ഖിന്റെ അഥവാ ഷെയ്ഖ് ഹക്കായ ഷെയ്ഖ്, ഹക്കിനെ ഉറപ്പിച്ചു തരുന്ന ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ അവസ്ഥയാകുന്ന പ്രകാശം, ആ പ്രകാശത്തിലേക്ക് ആ ഷെയ്ഖിന്റെ കൂടെ കൂടിയ ആളുടെ ശരീരം വളരെയധികം ആണ്ടിറങ്ങിപ്പോയിരിക്കുന്നു, അതിൽ ലയിച്ചിരിക്കുന്നു. ആ വിധത്തിലുള്ള ഷെയ്ഖുണ്ടെങ്കിൽ അത്തരം ഷെയ്ഖന്മാരോട് മാത്രമേ നമുക്ക് തുടരാൻ പറ്റുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ആ ഷെയ്ഖുമായിട്ട് നമുക്ക് നന്മ ലഭിക്കണം, അങ്ങനത്തെ ഷെയ്ഖായിരിക്കണം. ആ ഷെയ്ഖിന് വേണ്ടിയിട്ട് ഇവന്റെ എല്ലാ ശരീരത്തിന്റെ ഇച്ഛകളെയും ആ ശരീരത്തിന്റെ ഉദ്ദേശം മുഴുവനും അവൻ ഒഴിവാക്കുകയും ചെയ്യണം. എല്ലാം ഷെയ്ഖ് പറയുന്നത് മാത്രമേ കേൾക്കാവൂ.
ഫഹീന ഇതിൻ യതഅയ്യനു അലൈഹിൽ ഇസ്തിംസാഖു ബിയദിഹി. അങ്ങനെ വരുമ്പോൾ ഷെയ്ഖിന്റെ സന്മാർഗം എന്താണോ അതുകൊണ്ട് പിടിച്ചു നിൽക്കൽ ഈ പറഞ്ഞ ആളുകൾക്ക് നിർബന്ധമാണ്. അതായത് ത്വരീഖത്തിലേക്ക് പ്രവേശിക്കുന്നു, ഷെയ്ഖിന്റെ നിർദ്ദേശം കേട്ടുകൊണ്ട് വളരണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ഈ നിർദ്ദേശം. വദ്ദുഖൂലു തഹത ജമീഇ അവാമിരിഹി വനവാഹിഹി വറുസൂമിഹി. അങ്ങനെ ഈ ഷെയ്ഖിന്റെ എല്ലാ നിർദ്ദേശങ്ങളും കൽപ്പനകളും അതുപോലെ എല്ലാ വിരോധനകളും എല്ലാ കാര്യങ്ങളിലും പ്രവേശിക്കലും എന്താണ് ഇവന് നിർബന്ധമാണ്. ഒന്നും ഇനി ഒഴിയാനില്ല. ഏതുപോലെയായിരിക്കണം ഈ മുരീദ് എന്നറിയോ? ഹത്താ യസീറ കൽ മയ്യിത്തി ബൈന യദിൽ വാസിലി യഖല്ലിബു കൈഫ യശാ എന്ന ഒരു ഷെയ്ഖിന്റെ മുന്നിൽ ഏതുപോലെ എന്ന് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്നൊരു ഉദാഹരണം എടുക്കാം. ഒരാൾ മരിച്ചതായിരിക്കുന്ന മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആൾക്ക് മുന്നിൽ ഈ മയ്യത്ത് ഏതുപോലെയായിരിക്കും? അതുപോലെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയുമാക്കാൻ ആ മയ്യത്തിന് മറിച്ചിടാനൊക്കെ ഈ കുളിപ്പിക്കുന്ന ആൾക്ക് കഴിയുമല്ലോ എന്നതുപോലെ ഷെയ്ഖിന്റെ എല്ലാ സർവ്വ നിർദ്ദേശങ്ങൾക്കും വഴങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മറിയാനും തിരിയാനും പറ്റുന്ന രൂപത്തിലായിരിക്കണം ഈ ഷെയ്ഖിന്റെ കൂടെ ആൾ. അങ്ങനെയാണ് ഷെയ്ഖിനെ സ്വീകരിക്കേണ്ടത്. ഫഇല്ലം യജിദ് ബിഹി ഹാല ഷെയ്ഖി കദാലിക. എങ്കിൽ ഈ പറഞ്ഞതായ രീതിയിലുള്ള ഒരു രൂപത്തിലൊന്നും ഷെയ്ഖിന്റെ അവസ്ഥകൾ ഇത്രയെല്ലാം മനസ്സിലാക്കിയിട്ടും നേടിയിട്ടും ഒരു കഴിയുന്നില്ല എങ്കിൽ എല്ലാ രീതിയിലും ഷെയ്ഖിന് വഴിപ്പെട്ടു. പക്ഷെ വഴിപ്പെട്ടിട്ടെന്താ? ഷെയ്ഖിന്റേതായ ആ അവസ്ഥകൾ നേടിയെടുക്കാൻ പറഞ്ഞ രൂപത്തിലൊന്നും ഷെയ്ഖിനില്ല. ഇങ്ങനെ വരികയാണ് എങ്കിൽ വൽ യതഹറ ഔറ അൽ മശായിഖി വഅറഫഹു ബിഖവാനിന ശരീഅത്തി വൽ ഹഖീഖ. ഹഖീഖത്ത് എന്താണെന്നും ശരീഅത്ത് എന്താണെന്നും അതിന്റെ നിയമങ്ങൾ അറിയുന്ന ഏറ്റവും അറിയുന്ന ഒരാള്, അതുപോലെ തന്നെ ഏറ്റവും സൂക്ഷ്മതയുള്ള ഷെയ്ഖിനെ തേടി നടക്കുക. അങ്ങനെയുള്ള ഷെയ്ഖിനെ കിട്ടിയിട്ട് ജീവിക്കുക. ഈ ഷെയ്ഖ് കൊണ്ട് മതിയായിട്ടില്ലെങ്കിലും എന്നിട്ട് വയദ്ഖുൽ തഹത ഇശാറതി വറസൂമി കദാലിക. അങ്ങനെ മുമ്പ് പറഞ്ഞ ആ ഷെയ്ഖിന്റെ എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഇവൻ വഴങ്ങിയോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സൂക്ഷ്മതയും അറിവുമുള്ള ഒരു ഷെയ്ഖിനെ കിട്ടിയാൽ ആ ഷെയ്ഖിന്റെ സൂചനകൾ അടയാളങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തിട്ട് ആ ഷെയ്ഖിന്റെ അധീനതയിലായിക്കൊണ്ട് ഇവൻ ജീവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് വേണ്ടത്. വമൻ ലഫിറ ബിശൈഖിൻ ബിൽ വസ്ഫിൽ അവ്വലി. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിലുള്ള ഷെയ്ഖ് നല്ല നിർദ്ദേശങ്ങളും നല്ല ഉപദേശമൊക്കെ ചെയ്ത് ഹഖീഖത്തും ശരീഅത്തൊക്കെ മനസ്സിലാക്കി നല്ലൊരു ഷെയ്ഖ്, അങ്ങനത്തെ ഷെയ്ഖും എല്ലാ നിലയിലും ഒത്തതായ ഒരു ഷെയ്ഖിനെ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫഹറാമുൻ അലൈഹി ഇൻദഹും അൻ യത്റുകഹു. എന്നാൽ എങ്ങനെയുള്ള ഷെയ്ഖിനെ ഉപേക്ഷിക്കൽ അത് സ്വീകരിച്ച ആൾക്ക് ഹറാമാണ് എന്ന് സൂഫിയാക്കളുടെ മദ്ഹബ് പ്രകാരം അത് തെറ്റാണ്. വയന്തഖില ഇലാ ഗൈരിഹി. ഈ ഷെയ്ഖിനെ വിട്ട് മറ്റൊരു ഷെയ്ഖിനെ തേടിപ്പോകലും ഹറാമാണ്. വഇൻ സവ്വലത്ത് ലഹു നഫ്സുഹു അന്ന ഗൈറുഹു അക്മലു. ഇവന്റെ ശരീരം ഇവരെ അഴകാക്കി കൊടുക്കുന്നുണ്ട്, ഇതല്ല മറ്റ് ഷെയ്ഖാണ് പരിപൂർണമായ ഷെയ്ഖ്, ഈ ഷെയ്ഖിന് ഒന്നുമില്ല എന്ന് തോന്നിപ്പിച്ചുകൊണ്ടിരിക്കും. അത് ശൈത്താനിയ ഭാഗത്തു നിന്നുള്ള ഒന്നാണ്. അങ്ങനെ തോന്നിപ്പിച്ചാൽ പോലും ഈ നിലയിലൊക്കെ നല്ല നിലക്ക് കിട്ടിയതായ ഷെയ്ഖ്, ആ ഷെയ്ഖിനെ കൊണ്ട് അവൻ വിജയിക്കുകയാണെങ്കിൽ മാറാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഈ ഷെയ്ഖിന് കിട്ടിയ ഷെയ്ഖുണ്ടല്ലോ, ഈ ഷെയ്ഖിന്റെ ഹക്കിനെയും വിട്ട് അങ്ങനെ വരുമ്പോൾ നഫ്സ് അഴകാക്കി കാണിച്ചു തരുമ്പോൾ അവൻ ഒഴിവാക്കി പോകും. അങ്ങനെ ഈ ഷെയ്ഖിനെയും വിട്ട് മറ്റൊരു ഷെയ്ഖിനെ തേടിയിട്ട് ആ ഷെയ്ഖിന്റെ ബാത്തിലേക്ക് നീങ്ങുവാനുള്ള ഒരു രൂപരേഖയായിരിക്കും സശരീരം അതിന്റെ ഉടമയോട് കൽപ്പിക്കുക. ആ ഒരു രീതി ഇവിടെ വരും. അതുകൊണ്ടാണ് നല്ല ഷെയ്ഖിനെ കിട്ടിയാൽ വിടണ്ട എന്ന് പറയുന്നത്. അപ്പോ നിശ്ചയമായിട്ടും അവന് തെരഞ്ഞെടുക്കേണ്ടത് അവന്റെ ഇഷ്ടത്തിന്റെ മഹല്ല്, സ്ഥാനം, കേന്ദ്രം എന്താ? അൽ-അറഫ, ഏറ്റവും അറിയുന്ന ഒരാളെ തെരഞ്ഞെടുക്കുക. മാരിഫത്തുള്ള അള്ളാഹിനെ കുറിച്ചൊക്കെ അറിയുന്ന ആള്. അൽ-അലമ, മറ്റു നല്ല വിവരങ്ങളുള്ള ആള്. അൽ-ഔറ, ഏറ്റവും നല്ല സൂക്ഷ്മതയുള്ള ആള്. അൽ-അസ്ല, എല്ലാം നല്ല ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഒരാളിനെ തെരഞ്ഞെടുക്കലാണ് അവന്റെ ഇഷ്ടം. അങ്ങനെ തെരഞ്ഞെടുക്കുന്ന ഒരു മഹല്ലാണ് തുടക്കത്തിലുള്ളത്.
അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എല്ലാത്തിനും പറ്റുന്നതായ ഒരു ആരിഫിനെ കിട്ടി. അങ്ങനത്തെ ഒരു ആരിഫായ ഷെയ്ഖിന്റെ അധീനതയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ റുഖ്സത ബിൽ ഖുറൂജി അൻഹു, അത്തരം ഒരു ഷെയ്ഖിനെ തൊട്ട് പുറത്ത് വിട്ടുപോവുക എന്നതിൽ യാതൊരു ഇളവും മശായിഖന്മാരടുത്ത് ഇല്ല. മാത്രമല്ല വലാ റുഖ്സത ഇൻദഹും ലി ഷെയ്ഖി സാനി, അവരുടെ അടുക്കൽ രണ്ടാമത്തൊരു ഷെയ്ഖിന് പോലും എന്തില്ല, ഇളവൻ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം ഇത് ആലിമ അന്നൽ മുരീദൽ ആഖിദ അൻഹു ഉസ്താദുൻ കാമിലുൻ അൻ യുസല്ലികഹു ബൽ യഅ്മുറുഹു ബിർറുജൂഇ ഇലാ അസാതിദിഹി എന്നതാണ്. രണ്ടാമത്തെ ഷെയ്ഖ് അറിഞ്ഞു. എന്തറിഞ്ഞു? ഇവന്റെ ഒപ്പം വന്നതായി ഇപ്പൊ രണ്ടാമത്തെ ഷെയ്ഖിനെ ഉദ്ദേശിച്ചു വന്ന ഈ മുരീദ് അവൻ പിടിച്ചത് മറ്റു വല്ല പരിപൂർണമായ രീതിയിൽ പരിപൂർണ ഉസ്താദാണ്. ഈ രണ്ടാമത്തെ ഷെയ്ഖിനെ തേടി വന്ന ഈ ഒരാളുണ്ടല്ലോ മുരീദ്, അയാൾ കാമിലായ എല്ലാം കൊണ്ടും കാമിലായ ഉസ്താദാണ് എന്ന് രണ്ടാമത്തെ ഷെയ്ഖിനെ മനസ്സിലായി നോക്കുക. എന്നാൽ എന്ത് വേണമെന്നറിയാമോ? ആ ഷെയ്ഖ് മനസ്സിലാക്കിയാൽ ഐ യുസല്ലികഹു, അങ്ങനെ എല്ലാ നിലപാടിലും എങ്ങനെ പ്രവേശിപ്പിക്കുക. അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് ഷെയ്ഖ് പറയുക, നീ ഈ കൂടെ വരേണ്ടതില്ല. പിന്നെന്ത് വേണം? ബൽ യഅ്മുറുഹു ബിർറുജൂഇ ഇലാ അസാതിദിഹി, താങ്കളുടെ മറ്റുസ്താദുമാരുണ്ടല്ലോ അവിടേക്ക് പോയിക്കോളൂ, എന്റെ കൂടെ കൂടണ്ട എന്ന് പറഞ്ഞു കൊടുക്കണം. ഇൽമുഹു അന്നദാലിക്കൽ ഉസ്താദ്, അതാണ് ഉസ്താദ്. അന്നദാലിക അൽ ഉസ്താദ്, അതാണ് ഉസ്താദ്, അവിടേക്ക് പോയിക്കോ, എന്റെ കൂടെ കൂടണ്ട എന്ന് ഷെയ്ഖ് പറഞ്ഞു കൊണ്ടിരിക്കണം രണ്ടാമത്തെ ഷെയ്ഖ് എന്ന ഈ നിലപാടിലൂടെയാണ് നല്ലൊരു ഷെയ്ഖിനെ കിട്ടിയാൽ ജീവിക്കേണ്ടത്. അല്ലെങ്കിൽ അക്കരെ പച്ച ഇക്കരെ പച്ച എന്ന് ചാടി നടക്കേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപകടമായിരിക്കും. ലൗലാ അന്നഹു വലാ ഹഖിൻ മാ നഫറത്തിൻ നഫ്സു അൻഹു വലമാ അഹബ്ബത്ത് ഫിറാഖഹു ഇലാ ഗൈരിഹി. ആ ഷെയ്ഖ് ഉണ്ടല്ലോ, ആ ഷെയ്ഖ് ഹക്കിന്റെ മേൽ അല്ലായിരുന്നുവെങ്കിൽ എന്താവും? ഈ ഷെയ്ഖിനെയും വിട്ട് ഈ ശരീരം ഓടിപ്പോവുകയില്ല. മാത്രമല്ല ആ ഷെയ്ഖിനെയും വിട്ട് മറ്റൊരു ഷെയ്ഖിലേക്ക് പോവാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല. പക്ഷേ ഈ ഷെയ്ഖ് ഹക്കായ ഷെയ്ഖാണ്. അപ്പൊ ആ ഷെയ്ഖുമായി തുടർന്നു പോകുവാൻ ശരീരം അനുവദിക്കില്ല. അത് തന്നെയാണ് പിശാചിന്റെ സ്വഭാവം. നല്ല ഷെയ്ഖിനെ വിട്ട് മറ്റേതെങ്കിലും ഷെയ്ഖിലേക്ക് പോവാൻ ഇഷ്ടപ്പെടാൻ കാരണം ഈ ഷെയ്ഖ് ഹക്കായതുകൊണ്ടാണ്. അതല്ലു ദലീലൻ അലാ കമാലിഹി വഅഖീദതി ത്വരീഖതിഹി. അതുകൊണ്ട് മനസ്സിലാക്കുക, ആ ഷെയ്ഖ് പരിപൂർണമായ ഷെയ്ഖാണ് എന്നും ത്വരീഖത്തിന്റെ ഹഖീഖത്ത് കൊണ്ട് നല്ലോണം അറിയുന്ന ആളും അത് ഹക്കായ ത്വരീഖത്താണെന്നും അതിന്റെ ആള് തർക്കടില്ല എന്നും ഒക്കെ ഏറ്റവും അറിയിക്കുന്ന ലക്ഷ്യവും അത് തന്നെയാണ്. നല്ല ഷെയ്ഖിനെ വിട്ട് പുറത്തേക്ക് പോവുക. ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി കാര്യങ്ങൾ പിന്നീട് തുടരാം. അതിന്റെ ബാക്കി മറ്റന്നാൾ കേൾക്കാം. ഇത്രയും പറഞ്ഞത് അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ ഇൽമുകളെ കൊണ്ട് അള്ളാഹു ഖൽബ് പ്രകാശിപ്പിക്കട്ടെ. നമുക്ക് നല്ല ഷെയ്ഖന്മാരെ കിട്ടി തുടരാനും തുടർന്നു വന്നതായിരിക്കുന്ന ഷെയ്ഖന്മാരോട് കൂടെ ജീവിക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വല്ല പിഴവുകളും തെറ്റുകളും ന്യൂനതകളും സംഭവിച്ചേക്കാം. ലൈഫായി അടിമയല്ലേ, ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. അറിവുള്ളവരും ഭക്തന്മാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അതെല്ലാം ഉണർത്തി തന്ന് സന്തോഷമാക്കി തരും എന്ന പ്രതീക്ഷയോടെ ഈ ക്ലിപ്പ് നിങ്ങളിലേക്ക് വിടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.